അൽഹംദുലില്ലാ നമ്മൾ ഇപ്പൊ എത്തിയത് അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി എന്ന് പറയുന്ന മഹാന്റെ ഹദറത്തിലാണ്. മഹാനവറുകൾ ഷംസുദ്ദീൻ അൽ ഖാദിരി അൽ ബഗ്ദാദി, ബഗ്ദാദുകാരനായ ഷംസുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ മോനാണ്. അവര് ബഗ്ദാദിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് താമസമാക്കിയതാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് താമസമാക്കി ആ ഇടക്കാണ് ഈ മകൻ, അതായത് അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വലിയ അറിവ് നേടുകയും വലിയ ആലിമായി, വലിയ മുദരിസായി, വലിയ സൂഫിയായി മഹാനവറുകൾ മാറി. ആ ദർസും കിതാബൊക്കെ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് മഹാനവറുകൾ നേരെ ഹജ്ജിന് വേണ്ടി പോകുന്നു. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് പിന്നെ മഹാനവറുകൾ തിരിച്ചു വന്നപ്പം മഹാനവറുകളെ അവസ്ഥയൊക്കെ മുഴുവൻ മാറി, ഹാലൊക്കെ മാറി, ഹാലുകൾ പരിപൂർണമായി മഹാനവറുകളുടെ അവസ്ഥയൊക്കെ മാറി. പിന്നീട് മഹാനവറുകളെ നാട്ടുകാർ കാണുന്നത് ഒരു മസ്താന്റെ കോലത്തിലാണ്. ഇവിടെ വന്നിട്ട് തൻ്റെ കിതാബൊക്കെ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാർക്ക് അവർ വിതരണം ചെയ്തു. തനിക്കിഷ്ടമുള്ള പണ്ഡിതന്മാർക്ക് കിതാബൊക്കെ കൊടുത്ത്, പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ മസ്താന്മാരെ കണ്ടിട്ടില്ല, ആ മസ്താന്മാരെ പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. കയ്യിൽ ഒരു കുപ്പി ഉണ്ടാവും, ആ കുപ്പിയിൽ നിറച്ച് മുട്ടായി ആയിരിക്കും. അങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ മുട്ടായിയൊക്കെ എന്താവും ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അത്ര തന്നെ. അങ്ങനെ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ വന്ന് മഹാനവറുകൾ ഇരിക്കും. ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ പിന്നെ ഒരു ദിവസം മഹാനവറുകളെ കയ്യിലുള്ള ആ കുപ്പി വീണ് പൊട്ടി ഒരു കുട്ടിയുടെ കൈക്ക് അത് മുറിവേറ്റു. അപ്പൊ കുടുംബക്കാര് കുട്ടിയുടെ ബാപ്പ നേരെ സ്റ്റേഷനിൽ പോയി, അന്ന് ബ്രിട്ടീഷുകാര് രാജ്യം ഭരിക്കുന്ന സമയമാണ്. അവര് പോയിട്ട് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരാള് അവരെ കാരണം കൊണ്ട് എന്റെ കുട്ടിന്റെ കൈ മുറിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വരെ പിടിച്ചിട്ട് ജയിലിലിട്ടു. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ ജയില് അവര് നോക്കണ സമയത്ത് ഈ ബാപ്പ അങ്ങനെ പോകുമ്പോ ഈ പാറപ്പുറത്ത് ഇവര് സാധാരണ ഇരിക്കുന്ന പാറപ്പുറത്ത് ഓല് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവര് നേരെ സ്റ്റേഷനിൽ ചെന്ന് എസ് ഐനോട് പരാതി പറയും, നിങ്ങളോട് ഞങ്ങള് അയാളെ പുറത്തു വിടരുതെന്ന് പറഞ്ഞില്ലേ, അവിടെ ജാമ്യമില്ല, പുറത്തു വിട്ടണ് എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറയില്ല, ഞങ്ങൾ പുറത്തു വിട്ടില്ല, സ്റ്റേഷനിലൂടെ നോക്കുമ്പോ അപ്പൊ അവരുണ്ട് ഈ പാറപ്പുറത്ത് നോക്കുന്നു. അങ്ങനെ പിന്നെയും അവര് ജയിലിലടക്കും. പക്ഷെ നേരം പോലെ നോക്കുമ്പോ അവര് ആ ഇരിക്കുന്ന പാറപ്പുറത്തനുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ആളല്ല എന്ന് മനസ്സിലാവുകയും മാത്രമല്ല, ഇന്നും ഈ പോലീസ് സ്റ്റേഷനൊക്കെ വികസിപ്പിച്ച സമയത്ത് ഇന്ന് അവരിരുന്നിരുന്ന ആ പാറുള്ളത് പോലീസ് സ്റ്റേഷനുള്ളിലാണ്. അവരിപ്പോഴും അത് വലിയ ആദരവോടുകൂടെ കാണുകയും മാത്രമല്ല, ഇവിടെ നടക്കുന്ന ഉറൂസിന് പോലീസ് സ്റ്റേഷന് ഒരു വരവുണ്ട്. നമ്മുടെ നാട്ടില് പല മക്കാമുകളിൽ നടക്കുന്ന ഉറൂസുകൾക്ക് പല നാട്ടിൽ നിന്നും വരവുകളൊക്കെ ഉണ്ടാവും. അതിന്റെ പിന്നിൽ അതിൻ്റെതായ പശ്ചാത്തലങ്ങൾ ഉണ്ടാവും. അതെ. എന്നാൽ ഇവിടെ നടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വരികയും അതുപോലെ പോലീസുകാരുടെ സപ്പോർട്ടും അവർക്കൊക്കെ ഇവരോട് എല്ലാ മതസ്ഥർക്കും വലിയ ആദരവും ബഹുമാനവും. കാരണം മഹാനവറുകളുടെ തസവുഫിൽ അധിഷ്ഠിതമായ ജീവിതവും മഹാനവറുകളെ കറാമത്തും എല്ലാം ഈ നാട്ടുകാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരുപോലെ അനുഭവിച്ച വലിയ മഹാൻ. അവരെ ഹളറത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല അവരെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് തവണ നമുക്ക് സിയാറത്തിന് വരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെയൊക്കെ മദത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് വേഗം സ്പീഡാക്കണം. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് വണ്ടി കയറാം, അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളൊക്കെ മിസ്സാവും.